കോപ്രായക്കെട്ടുകൾ കാണിക്കുന്നവർ സ്വന്തം കുഴി തോണ്ടുകയാണ്. ഈ കോപ്രായങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ലളിതമായ വിവാഹങ്ങൾ മാതൃകയാകണം. പണം പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് മറ്റൊരാളുടെ കണ്ണീരൊപ്പം കൂടി ഉള്ളതാണെന്ന് നമ്മൾ എന്നാ തിരിച്ചറിയുക? പണം അല്ലാഹു നൽകിയ ഒരു പരീക്ഷണമാണ്. അതെവിടെ നിന്ന് സമ്പാദിച്ചുവെന്നും എന്തിനു വേണ്ടി ചെലവഴിച്ചുവെന്നും ഓരോ പൈസയെക്കുറിച്ചും നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. തീർച്ചയായും ധൂർത്തന്മാർ പിശാചിന്റെ സഹോദരന്മാരാകുന്നു. എങ്കിൽ തന്റെ മകളുടെയോ മകന്റെയോ വിവാഹം ധൂർത്തടിച്ച് ഗംഭീരമാക്കിയെന്ന് അഹങ്കരിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നൽകുന്നത് ഒരു പുതിയ ബറക്കത്തുള്ള ജീവിതമല്ല, മറിച്ച് ശാപത്തിന്റെ കനലുകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല വിവാഹ ബന്ധങ്ങളും ചുരുങ്ങിയ കാലം കൊണ്ട് തകരാൻ പ്രധാന കാരണം ഈ ബറക്കത്തില്ലായ്മയാണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നടത്തുന്ന വിവാഹത്തിലാണ് ഏറ്റവും കൂടുതൽ ബറക്കത്തുള്ളതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നതോ, കോടികൾ പൊടിച്ചു നടത്തുന്ന വിവാഹങ്ങളിൽ പലതും മാസങ്ങൾക്കുള്ളിൽ കോടതി കയറുന്നു. ദമ്പതികൾക്കിടയിൽ സമാധാനമില്ല, പരസ്പര ബഹുമാനമില്ല. അള്ളാഹുവിനെ മറന്ന് നിങ്ങൾ നടത്തുന്ന ഈ ആഡംബര കല്യാണങ്ങളിൽ അള്ളാഹുവിന്റെ തൃപ്തിയില്ല എന്ന് മാത്രമല്ല, അവന്റെ അനുഗ്രഹം ഉണ്ടാവില്ല. കൂടാതെ പരലോകത്ത് കഠിനമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പേക്കൂത്തുകൾ നാം അവസാനിപ്പിക്കണം. നമ്മുടെ വിവാഹവേദികൾ പ്രാർത്ഥനകൾ കൊണ്ട് ധന്യമാകണം. ബറക്കത്തുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ.